എപ്പോഴും പറയും 100 കുടത്തിൽ സൂര്യൻ വെള്ളമുള്ളതുകൊണ്ട് സൂര്യൻ്റെ പ്രതിബിംബം കാണും. സൂര്യൻ ഒന്നല്ലേ ഉള്ളൂ. എല്ലാത്തിലും അടങ്ങിയിരിക്കുന്ന ഒരു ആത്മാവാണ് എന്ന് നമ്മൾ കണ്ട് വലത് കരിച്ച ഇടത് തലോടാനും തൻ്റെ വെല്ല് കണ്ണത്തെ വെല്ലിനെയും കണ്ണിനെ ആശ്വസിപ്പിക്കാനും ചെയ്യുന്ന പോലെ ക്ഷമയോടുകൂടി മറ്റവരെ സ്നേഹിക്കാനും നമുക്ക് കഴിയും. അപ്പം എപ്പോഴും പരാസത്തെ കത്തുന്ന മെഴുകുതിരിയില്ല സ്വയംജലിയുടെ സൂര്യനാണ്, അല്ലെ പൂച്ചക്കുഞ്ഞല്ല ഞാവ് കരഞ്ഞുകൊണ്ടിരിക്കുക ഈ സിംഹക്കുട്ടിയാണ് പറയുന്ന പോലെ ആ ഒരു ഉണർവിലേക്ക് മക്കൾ വരണം. ഇങ്ങനെയുള്ള തത്വങ്ങൾ ഗ്രഹിച്ച് നമ്മൾ ആത്മീയമായി മനസ്സിലാക്കാൻ ഓരോ കുടുംബവും ശിവകുടുംബമായി മാറും. പരമാത്മാവിൻ്റെ മക്കൾ തന്നെ ബോധം വരും. എന്നാൽ സ്നേഹമില്ലെങ്കിൽ ഒരാൾക്ക് മറ്റൊരാളെ മനസ്സിലാകില്ല. അമ്പലത്തിൽ പോകാൻ ഇറങ്ങുന്ന ഭാര്യയോട് ഭർത്താവ് ചോദിച്ച്, നീ അമ്പലത്തിൽ പോയാൽ എൻ്റെ ബുദ്ധിമുട്ട് നേരാൻ നീ പ്രാർത്ഥിക്കുമോ എനിക്ക് വേണ്ടി? ഭാര്യ സമ്മതിച്ചു, ശരി. ഭാര്യ തിരിച്ചു വന്നപ്പോൾ ഭർത്താവ് ചോദിച്ചു, നീ എൻ്റെ പ്രയാസം നിങ്ങൾ തീരാൻ പ്രാർത്ഥിച്ചു എന്ന് ചോദിച്ചു. നിങ്ങളുടെ ബുദ്ധിമുട്ട് തീരാൻ ഞാൻ പ്രാർത്ഥിച്ചില്ല എന്ന് ഭാര്യ പറഞ്ഞു. ഭർത്താവ് ചോദിച്ചു, എന്തുകൊണ്ട് നീ പ്രാർത്ഥിച്ചില്ല എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ തീർന്നു പോകാൻ ഞാൻ തന്നെ പ്രാർത്ഥിക്കണോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. കാരണം നിങ്ങളുടെ കഷ്ടകാലം ഞാനാണല്ലോ. ശിവൻ്റെ അഷ്ടമൂർത്തികൾ പ്രസിദ്ധമാണ്. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, പിന്നെ മനസ്സ്, ബുദ്ധി, ജീവാത്മാവ്. ഇവയാണ് അഷ്ടമൂർത്തികൾ. ഈ പ്രപഞ്ചം മുഴുവൻ ശിവമയമാണെന്ന് സാരം. എന്നാൽ സകല ജീവികളിലും ഈശ്വരനെ ദർശിച്ച് സ്നേഹിക്കുക, സേവിക്കുക, ആരാധിക്കുക, ആദരിക്കുക എന്നതാണ് നമ്മുടെ ധർമ്മം. ശിവാരാധനകളുടെ അതിലേക്കാണ് നമ്മൾ ഉയരേണ്ടത്. അജ്ഞാനമാകുന്ന മോഹനിദ്രയിൽ നിന്ന് ഉണരാനും ആന്തരികമായ ശാന്തി സൗന്ദര്യം കണ്ടെത്താനും ശിവരാത്രി നമ്മളോട് ആവശ്യപ്പെടുന്നു. ആ ഉണർവിലേക്ക് ഉണരാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. അനുകൃപ എല്ലാ മക്കളെയും അനുഗ്രഹിക്കട്ടെ.